Abhishek P.S., popularly known as Abhishek Rangaprabhat, is an assistant professor at the Alliance School of Performing, Visual and Creative Arts, Alliance University. He is a theatre professional, educator, and curriculum developer. He has directed, designed, and acted in numerous productions with expertise in theatre education, scenography, and performance design. He has authored plays, presented research at international seminars, and contributed to theatre curriculum development in Kerala. Abhishek has a long association with Professor S. Ramanujam, especially at Rangaprabhat, having attended many workshops from his childhood. Here is Abhishek sharing his experiences with Professor S. Ramanujam. നമസ്കാരം. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് രാമൻ സാറിൻ്റെ ജന്മവാർഷിക ദിനാചരണത്തോട് അനുബന്ധിച്ചുള്ള ഈ വിർച്വൽ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സാറിൻ്റെ അവസാന കാലഘട്ടത്തെ തലമുറയിലുള്ള ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തിലൊരാളെന്ന നിലയ്ക്ക് എന്നെ ഉൾപ്പെടുത്തിയതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവയ്ക്കും. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് രാമൻ സാറിനെ കാണുന്നത്. ഞാൻ രംഗപ്രഭാതിലെത്തുന്നതും അതേ സമയത്ത് തന്നെയാണ്. ഒരു ഡിസംബർ മാസം ഞാറമ്മ സ്കൂളിൽ ഒരു ദിവസം നോട്ടീസ് വായിക്കുകയാണ്. ഇങ്ങനെ ഒരു അവധിക്കാല കളരിയുണ്ട് രംഗപ്രഭാതിൽ വെച്ച്, വെഞ്ഞാറമ്മൂട് ആനന്തര രംഗപ്രഭാതിൽ വെച്ചൊരു കളരിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് വായിക്കുക. അന്ന് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് തന്നെ അഡ്മിഷൻ ഫോമെല്ലാം നമുക്ക് തന്നു. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും അത് വാങ്ങുകയും ചെയ്തു. ഒരു ദിവസം ഞാനും അച്ഛനും കൂടെയാണ് ഈ അവധിക്കാല കളരി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അച്ഛനും കൂടെ അവിടെ ചെന്നു. ഇപ്പോൾ കൊച്ചാനുള്ള സാർ അവിടെയാണ്. സാറാണിങ്ങനെ അഡ്മിഷൻ ഫോമൊക്കെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയാണ് ക്യാമ്പ്, റെസിഡൻഷ്യൽ ക്യാമ്പാണെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ കാണുന്നത് ചുമരിലൊരു അവിടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, ഒരാളുടെ ചിത്രം. അപ്പോൾ ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വെളുത്ത മുടി ഇങ്ങനെ പുറകോട്ടിട്ടിട്ട് കൈയൊക്കെ ഇങ്ങനെ വികസിപ്പിച്ച് വെച്ച് കണ്ണെല്ലാം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ ഞാൻ ആ രൂപം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ സിനിമ ഒക്കെ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ, അങ്ങനെ നാടകം കണ്ട് അങ്ങനെ. അപ്പോൾ കണ്ടു വെച്ചിട്ട് എനിക്കൊരു കുട്ടികളുടെ കവർന്നുകൊണ്ട് പോകുന്ന ആൾ പോലെയൊക്കെ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് അങ്ങനെ പോകും. അപ്പോൾ കൊച്ചാണ് സാർ പറയുന്നു, ഇതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ ഡയറക്ടർ രാമാൻ സാറിൻ്റെ ചിത്രമായിരുന്നു. അപ്പോൾ ആ ചിത്രം ഇപ്പോഴും രംഗപ്രഭാതിലുണ്ട്. ഇങ്ങനെ വലിയ കൈയൊക്കെ ആയിട്ട് കൈയൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുന്ന ആ ചിത്രം. പക്ഷേ ക്യാമ്പ് തുടങ്ങി ഡിസംബർ 27-ാം തീയതിയാണ് ക്യാമ്പ് തുടങ്ങുന്നത്. അപ്പോൾ ക്യാമ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ക്യാമ്പ് ഡയറക്ടറായിട്ട് രാമായൺ സാർ വരുന്നുണ്ട്. അപ്പോൾ ക്യാമ്പ് തുടങ്ങി അപ്പോഴാണ് മനസ്സിലാവുന്നത് കുട്ടികളുടെ മനസ്സ് കവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ ക്യാമ്പ്. എൻ്റെ ആദ്യത്തെ ക്യാമ്പാണ് കുട്ടികളുടെ ഒരു അവധിക്കാല കളരിയിൽ, ഒരു കുട്ടികളുടെ നാടക കളരിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചാനുള്ള സാറും രാമായൺ സാറും തമ്മിൽ വളരെ ചെറിയ പ്രായത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലൊരു രണ്ട് സുഹൃത്തുക്കളെ പോലെ. കൊച്ചാനുള്ള സാറിനൊരു ഗുരുതുല്യനാണ് രാമായൺ സാറെങ്കിലും അവരുടെ ഒരു റാപ്പോ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നാടക കളരിയുടെ ഭാഗമായിട്ട് അവർ നിൽക്കുമ്പോഴൊക്കെ. അപ്പം അന്നാണ് ആദ്യമായിട്ട് രാമായൺ സാറിനെ കാണുന്നതും. തുടർന്ന് അദ്ദേഹം മരിക്കുന്നത് വരെ വർഷത്തിലൊരു നാടക കളരിയിലോ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശില്പശാലയിലോ ഒരു നാടകത്തിൻ്റെ പ്രോസസ്സിലൊക്കെ അദ്ദേഹമായിട്ട് അതിനുശേഷം 2006 മുതൽ അവസാനം അദ്ദേഹം മരിക്കുന്നത് വരെ എല്ലാ വർഷവും കുറേ ദിവസമെങ്കിലും അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാൻ ഭാഗ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ക്യാമ്പിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് തന്നെയാണ് തൊട്ട് ഇമ്മീഡിയറ്റ് ക്യാമ്പ് തീർന്ന് വളരെ അടുത്ത് തന്നെ ഞാൻ രംഗപ്രഭാതിൽ ജോയിൻ ചെയ്യുകയും അവിടുത്തെ ഒരു നാടകത്തിൻ്റെ ഭാഗമാവുകയും രംഗപ്രഭാതിൻ്റെ സ്ഥിരം പ്രവർത്തകനാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന നാടകവും പ്രൊഫസർ ജി ശങ്കരപിള്ളയുടെ ഗുരുദക്ഷിണ എന്ന് പറയുന്ന നാടകം.
അപ്പോൾ കൊച്ചാള സാറാണ് ഈ നാടകത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ തയ്യാറാക്കുന്നതും എല്ലാം പറഞ്ഞു തരുന്നത്. ഞാനതിലൊരു കഥാപാത്രമൊക്കെ ചെയ്യുന്നുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുട്ടികളുടെ ദേശീയ നാടകോത്സവമാണ് അതെന്ന് തോന്നുന്നു. 2007 ജനുവരി 24 മുതൽ സംഘടിപ്പിക്കുന്ന ഒരു വലിയ ദേശീയ നാടകോത്സവം, ക്രീഡനീയം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുരുദക്ഷിണയുടെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. അപ്പോൾ കൊച്ചാള സാറാണ്. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ തയ്യാറെടുക്കുന്നതും എല്ലാം പറഞ്ഞു തരുന്നതൊക്കെ കൊച്ചാള സാറാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ക്രീഡനീയത്തിൻ്റെ നോട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ നോട്ടീസിൽ നോക്കുമ്പോൾ നമ്മുടെ നാടകം ഉദ്ഘാടന നാടകമാണ്. അന്ന് ആ നോട്ടീസിൽ രചന ജി ശങ്കരപ്പിള്ള, സംവിധാനം പ്രൊഫസർ എസ് രാമായണൻ. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് രാമൻ സാർ സംവിധാനം ചെയ്തു വെച്ച രീതിയിലേക്ക് നമ്മുടെ സാർ കൊച്ചാള സാർ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചു പോവുകയായിരുന്നു. അങ്ങനെ നാടകോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള ആ ഫെസ്റ്റിവൽ ഡയറക്ടറും രാമൻ സാറ് തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു 5-6 ദിവസം മുമ്പേ സാറ് എത്തുന്നുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പ് പങ്കെടുത്തു. അപ്പോൾ തൊട്ടടുത്തൊരു നാടകത്തിൻ്റെ പ്രോസസ്സിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ സാറിങ്ങനെ വലിയ വലിയ ഡയലോഗുള്ള സീനുകളൊക്കെ വളരെ പെട്ടെന്ന് നാടകത്തിൻ്റെ ഇടയിൽ, പക്ഷെ ചില കുഞ്ഞു കുഞ്ഞു സീക്വൻസുകൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുള്ളൊരു ഒരു സാധനം എന്ന് വെച്ചാൽ ഈ ഗുരുദക്ഷിണ നാടകത്തിൻ്റെ 2ാമത്തെ രംഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു വലിയ കാട് ഉണ്ടാക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ നീളമുള്ള ചൂലാണ് ഒരു കാടാവുന്നൊരു സാധനം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ ചൂല്. അപ്പോൾ ചൂലും കൊണ്ട് കുട്ടികൾ മീൻസ് നമ്മുടെ സുഹൃത്തുക്കളിങ്ങനെ കളിച്ച് നടന്നു വരികയും അത് പലയിടത്തായിട്ട് ഇങ്ങനെ ഇടിച്ചു കുത്തി നിർത്തണം. അപ്പോൾ ഇങ്ങനെ ചൂലിങ്ങനെ വിടർന്ന് നിൽക്കും. അതാണ് പ്രധാനപ്പെട്ട സാധനം. ഇതിങ്ങനെ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് വന്നിട്ട് ഇത് നിരന്തരമായിട്ട് ഈ സാധനം ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ട് മാക്സിമം 1 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാം അവരിങ്ങനെ വന്നു പോയി ഇത് ഇടിച്ച് നിർത്തുന്നു, തിരിച്ചു പോകുന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു വായ്ത്താരി എല്ലാം ഉണ്ട്. ഒരു കൃത്യമായൊരു കൊറിയോഗ്രഫി ഉണ്ട്. ആ കൊറിയോഗ്രഫിയിലേക്കാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് വീണ്ടും 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 ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം പിന്നീട് ഇത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒന്ന് നാടകത്തിൻ്റെ ഒരു പ്രധാന രംഗക്രിയയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക പോയിന്റാണ് ആ നാടകം. ഒരു ഇൻട്രൊഡക്ടറി സീൻ കഴിഞ്ഞിട്ടുള്ള നാടകത്തിൻ്റെ മെയിൻ ഏരിയയിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ രാമൻ സാർ വീണ്ടും വീണ്ടും ഇതിങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ കഴിയുമ്പോഴും സാറിങ്ങനെ പറയുന്നുണ്ട്, കളിക്കുമോണെ അല്ലെങ്കിൽ കളിക്കുമോളെ ഇങ്ങനെ സാറിങ്ങനെ പറയും, ഒന്നുകൂടെ കളിക്കുമോനെ കളിക്കുമോളെ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കൂടുതൽ ഒരു പ്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു കുട്ടികളുടെ നാടകത്തിന് കൃത്യമായൊരു കളി വേണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള സാധനം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ചൂലിങ്ങനെ താഴെ കുത്തി നിർത്തുമ്പോഴത്തേക്ക് അത് കൃത്യമായി നിൽക്കണം. അപ്പോൾ എല്ലാവരും സാറിനത് കൃത്യമായിട്ട് അറിയാം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കുട്ടിയുടെ മനസ്സിൽ ഇതൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ്. അവരുടെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ സാറിനെ അറിയായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ വരുന്നവരെല്ലാവരുടെയും മുഖത്ത് അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കും വളരെ അനായാസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രംഗക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ നിരന്തരമായിട്ട് കളിക്കുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിരന്തരമായി കളിപ്പിക്കുകയും അപ്പോൾ ഇതൊരു കളിയായിട്ട് മാറുമ്പോഴത്തേക്ക് ഇത് പിന്നീട് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഈ കുത്തി നിർത്തുക എന്ന് പറയുന്നത് ആ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കോൺസെൻട്രേഷനോട് കൂടിയുള്ളൊരു സ്കില്ല് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നുപോയി. അതൊരു വലിയ ഭാരമായി പിന്നെ തോന്നുന്നതേയില്ല. പക്ഷേ ആ കളിക്കാനുണ്ടാകുന്ന ഒരു എഫർട്ട് അത് പിന്നീട് ആ നാടകം നിരന്തരമായിട്ട് പിന്നീട് പലപ്പോഴും കളിക്കുമ്പോഴൊക്കെ അത് വളരെ രസമായിട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് സാറിങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ എത്ര സമയം വേണമെങ്കിലും കളിച്ചുകൊണ്ട് നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഒരുക്കുന്ന
ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. സാറിൻ്റെ ഓരോ നാടകക്കളരിയിലും അത് വളരെ എല്ലാ നാടകക്കളരിയിലും നാടകത്തിൻ്റെ പ്രോസസ്സിലൊക്കെ ആയിരുന്നാലും അങ്ങനെ നമ്മളെ ഇങ്ങനെ വളരെ എൻ്റർടൈൻഡായിട്ട് എൻഗേജിങ് ആയിട്ട് ഒരു മടിയും തോന്നുന്നത് എത്ര നേരം വേണമെങ്കിലും വളരെ ഉത്സാഹമായിട്ട് അത് ആ ഒരു ശീലം രംഗപ്രഭാതിലാകെ തന്നെ കൊച്ചാള സാറിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ശീലം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉണ്ട്. രാമായൺ സാറ് നമ്മൾ നാടകം ചെയ്യുമ്പോഴോ കളരിയുടെ ഭാഗമായിട്ട് ഒരിക്കൽ പോലും ഈ ദേഷ്യപ്പെടാറില്ല. ഒരിക്കലും ഞാൻ ആകെ കണ്ടുള്ളൊരു കളരിയുടെ ഇടയ്ക്ക് ഒരു കുട്ടിയുമായിട്ട് ദേഷ്യപ്പെടുന്ന ഇത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അത് ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ ടീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മറ്റേ കുട്ടിയെ പെട്ടെന്ന് ദേഷ്യപ്പെടാം അന്ന് ആദ്യമായിട്ടാണ്. ഞാനെൻ്റെ 7ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് കാണുന്ന രാമായൺ സാറിനെ ഏകദേശം ഡിഗ്രി എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഒരിക്കൽ ദേഷ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം സാറിനൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു പക്ഷെ ആ ദേഷ്യപ്പെട്ടത് വളരെ പെട്ടെന്ന് തന്നെ സാറ് ആ കുട്ടിയെ എടുത്ത് ചെന്ന് പോട്ട് മോനെ എന്നൊക്കെ പറഞ്ഞിട്ടത് ആ കുട്ടിയെ ഭയങ്കര വീണ്ടും ആ കുട്ടി എത്രത്തോളം സന്തോഷിച്ചാണ് അത്ര നേരം നിന്നത് ആ സന്തോഷിച്ചിരുന്ന കുട്ടിയെ അത്രയും സന്തോഷത്തിലേക്ക് എന്നെ സ്വാഭാവികമായിട്ടും സാറിനെ പോലെ ഒരാൾ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ആർക്കേതെങ്കിലും വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ പക്ഷേ സാർ വീണ്ടും സംസാരിച്ച് ആ കുട്ടിയെ വീണ്ടും വളരെ സന്തോഷവാനാക്കുകയും ഇനി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യരുതെന്ന് പറയുകയൊക്കെ ചെയ്ത് വീണ്ടും നാടകക്കളരി തുടങ്ങുകയും വളരെ സന്തോഷത്തോടു കൂടി ആ നാടകക്കളരി അവസാനിക്കുകയും ചെയ്തു. സാർ വളരെ രസകരമായിട്ടാണ് നമ്മൾ നാടകക്കളരിയിൽ നിൽക്കുമ്പോഴും പങ്കെടുക്കുമ്പോഴൊക്കെ പല രീതിയിൽ എനിക്ക് അങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറിൻ്റെ അക്കമ്പനിയായിട്ട് താളമൊക്കെ വായിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ വടിയും ഒക്കെ സാറിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു അക്കമ്പനിയായിട്ട് നിൽക്കാനും പിന്നീട് സാറ് തിരുക്കുറംകുടിയിൽ ഒരു 2014-15 ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെ അങ്ങനൊരു കളരി സംഘടിപ്പിക്കുമ്പോൾ അതിലൊരു ഫെസിലിറ്റേറ്ററായിട്ടൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ കുറച്ച് സമയം എല്ലാ വർഷവും ഇങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നാടകത്തിൻ്റെ അക്കാദമിക്സിലോട്ട് നാടകം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതൊക്കെ രാമായൺ സാറിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോൾ ഈ തിരുക്കുറംകുടിയിൽ നടത്തുന്ന വർക്ക്ഷോപ്പിൽ അതിൽ ചില നാടക കളികളൊക്കെ ഉണ്ടെങ്കിലും അതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചില നാടൻ കലാരൂപങ്ങൾ, കേരളത്തിലെ നാടൻ കലാരൂപങ്ങൾ തമിഴ്നാട്ടിലെ കൊണ്ടുപോയി നമ്മൾ അവിടുത്തെ കുട്ടികളുമായി പങ്കുവയ്ക്കുന്നു. അവിടുന്ന് ഉള്ള ചില ഒപ്പാരി പോലുള്ള കലാരൂപങ്ങൾ ഇപ്പം അത്തരം കലാരൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളൊരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ നാടകം ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കുക, അഭിനയിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയൊരു ക്യാൻവാസിലുള്ളൊരു സാംസ്കാരിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് സാറിൻ്റെ ഇത്തരം വർക്ക്ഷോപ്പുകളിലൂടെയാണ് മനസ്സിലായിട്ടുള്ളത്. സാറ് ഇപ്പോൾ കൈശിക നാടകം പോലെയുള്ള അത്തരം കലാരൂപങ്ങൾ വീണ്ടും റിവൈവ് ചെയ്തെടുക്കുന്നു. അങ്ങനെ വലിയ കൾച്ചറൽ ആക്ടിവിറ്റീസ് അദ്ദേഹം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സാംസ്കാരികതയെ വളരെയധികം മുറുകെ പിടിച്ചിട്ടുള്ളൊരു ജീവിത രീതിയാണ് അല്ലെങ്കിൽ നാടക പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ചില തിയേറ്റർ ഗെയിംസുകളിലായിരുന്നാലും പോലും ചിലപ്പോൾ നമ്മളത് പിന്നീടാണ് ഞാൻ ഈ അഗസ്റ്റോ പോളിൻ്റെ എക്സർസൈസുകളൊക്കെ വായിക്കുമ്പോൾ ഈ സാമ്യതയുള്ള എക്സർസൈസുകളും ഗെയിംസും ഒക്കെ അവിടെ തന്നെ ഉണ്ട്, ആ ടെക്സ്റ്റുകളിലുണ്ട്. പക്ഷേ അത് വേറൊരു കൾച്ചർ കോണ്ടെക്സ്റ്റിലിരിക്കുന്ന ഗെയിമുകളൊക്കെ വളരെ രസകരമായിട്ട് ഈ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ സാംസ്കാരികത, അതിൻ്റെ ഒരു നാടിൻ്റെ ശൈലിയൊക്കെ മനസ്സിലായിക്കൊണ്ട് ഈ ഗെയിമുകളെ ഒരു സാംസ്കാരികവൽക്കരിക്കുന്ന തരത്തിലേക്ക് സാറിൻ്റെ വർക്ക്ഷോപ്പുകളിൽ ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലെ ആലന്തര ഗ്രാമത്തിലുണ്ടായി വന്നൊരു നാടൻ കളിയായിട്ട് തന്നെ അതേ
ഫ്യൂച്ചേഴ്സ് ഒരു തിയേറ്റർ ഗെയിമിനെ മാറ്റാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു ആ കപ്പാസിറ്റി എപ്പോഴും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു നമുക്ക്. പിന്നീടൊക്കെ കുട്ടികളുടെ നാടകം ചെയ്യുമ്പോഴൊക്കെ പലയിടത്തുനിന്ന് കേൾക്കുന്നതും സ്വന്തമായി കണ്ടെത്തുന്നതായിട്ടുള്ള എക്സസൈസുകളും ഗെയിമുകളൊക്കെ ഇങ്ങനെ സാംസ്കാരികവൽക്കരിക്കാനും നമ്മുടെ നാടിനനുസരിച്ചും അവിടെയുള്ള കുട്ടികൾക്കനുസരിച്ചും ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാറിൻ്റെ കുട്ടികളുടെ നാടക കളരിയിലായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് 40 പേരുണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ അത്രയും പേരെയും മനസ്സിലാക്കിക്കൊണ്ട് വർക്ക്ഷോപ്പ് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നൊരു ആ ഒരു പ്രവർത്തന ശൈലി വളരെ രസകരമായിട്ടുള്ളൊരു സാധനമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അധികമായി വർക്ക്ഷോപ്പ് പ്രവർത്തനങ്ങളിലാണ് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിലും സാർ 2013 മൂദേവി തെയ്യം നാടകം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ അഭിനയിക്കാനും നാടക സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് സാറിൻ്റെ കുട്ടികളുടെ നാടകത്തിൻ്റെ പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മുതിർന്നവരുടെ മീൻസ് കുട്ടികളുടേതല്ലാത്ത മറ്റ് നാടകങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സാറ് ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു അപ്രോച്ചിലൂടെയാണ് നമ്മളെ നോക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരു കഥാപാത്രം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേജിൻ്റെയൊക്കെ ബാക്കിൽ നിന്നിങ്ങനെ വളരെ ശബ്ദകോലാഹലങ്ങളുടെ ഇടയിൽ കൂടെ നടന്നു വരുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഞാനത് എത്ര ചെയ്തിട്ടും എനിക്കത് ഞാൻ എത്ര ചെയ്തിട്ടും അത് തീരെ ശരിയാകുന്നില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. സാറ് വീണ്ടും 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 കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പം ഈ ശബ്ദമില്ലാതെ ശബ്ദകോലാഹലങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാനോ അഭിനയിക്കാനോ ഒന്നും എന്നെനിക്ക് അതിനുള്ളൊരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടാവാത്തത് കൊണ്ടാവാം. പക്ഷേ സാറ് വളരെ സമാധാനപൂർവ്വം എന്താണോ ചെയ്യേണ്ടത് അതിനകത്തുള്ള സാഹചര്യം അവിടെ കൂടിയിരുന്ന ഈ റിഹേഴ്സൽ കാണാൻ കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ കുട്ടികളെയും കൊണ്ട് അതിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അങ്ങനെ എങ്ങനെയാണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, എങ്ങനെയാണ് ആ കഥാപാത്രം നടന്നു വരുമ്പോഴത്തേക്ക് കേൾക്കുന്ന ശബ്ദങ്ങൾ, അയാൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് വളരെ വളരെ രസകരമായിട്ട് വളരെ സമാധാനപരമായിട്ട് സാർ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തരികയും അങ്ങനെ ആ കഥാപാത്രം ചെയ്യാനൊക്കെ സാധിച്ചത് അത് ഒരു പ്രത്യേക പ്രോസസ്സായിരുന്നു. പക്ഷെ പണ്ട് ഗുരുദക്ഷിണ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചുകൊണ്ടൊന്നും അല്ല സാറ് ആ കഥാപാത്രത്തിന് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് എത്ര സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നാലും വളരെ കളിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഏതൊരു ഇമോഷനിലുള്ളൊരു ഒരു സീനായിരുന്നാൽ കൂടിയും സാറ് വളരെ ലളിതമായിട്ട് നമുക്ക് ഒരു കുട്ടി കളിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളെ പാകപ്പെടുത്തുകയും ഇവിടെ മുതിർന്നവർ നാടകം ചെയ്യുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയ വേറെ തരത്തിലേക്ക് ഈ പ്രക്രിയയെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ രണ്ടായിട്ട് മനസ്സിലാക്കിച്ച് തരികയൊക്കെ ഉണ്ടായിരുന്നു. കാലത്ത് നാടകം സംവിധാനം ചെയ്ത് തുടങ്ങുമ്പോഴൊക്കെ സാറിൻ്റെ ഈ ക്ലാസ്സുകളിലും സാറിൻ്റെ വർക്ക്ഷോപ്പ് പ്രവർത്തനങ്ങളിലും നാടക പ്രക്രിയയിൽ നിന്നൊക്കെ ലഭിച്ച കോൺസെപ്റ്റുകളെല്ലാം കൂട്ടി ചേർത്തും അതിനെ ഓർത്തെടുത്തും അതിനെപ്പറ്റി ചെറിയ കുറിപ്പുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും അതിലൂടെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കൃത്യമായിട്ടൊരു റെഫറൻസ് ടെക്സ്റ്റ് പോലെ എപ്പോഴും രാമൻ സാറിൻ്റെ വർക്ക്ഷോപ്പുകളിലും നാടക പ്രവർത്തനങ്ങളിലും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും രാമൻ സാർ കൃത്യമായിട്ടൊരു റെഫറൻസ് ബുക്ക് പോലെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്തരം റെഫറൻസ് മറ്റു പലരുടെയും സംസാരത്തിൽ നിന്ന് പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ പ്രവർത്തന ശൈലിയെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് വിർച്വലായി കുറേ വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവങ്ങളും അവർക്ക് സാറിനെ പറ്റിയിട്ടുള്ള ചിന്താഗതിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടൊരു വലിയ ആർക്കൈവായിട്ട് മാറ്റുന്നതും
ഒക്കെ മറ്റൊരു ഒരു റെഫറൻസ് ആയിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ള വലിയ വിശ്വാസം ഉണ്ട്. ആ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേടിക്കൊണ്ട് രാമായൺ സാറിൻ്റെ നാടക പ്രവർത്തനങ്ങൾ എന്നും ഇന്ത്യൻ നാടകവേദിയിൽ പ്രധാനമായി നിൽക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരോടും നന്ദി, സ്നേഹം.